സഹിൻ ആന്റണി നേരെ ചൂണ്ടിക്കാട്ടിയ വിഷയത്തിലേക്കാണ്. എമ്പുരാൻ വിഷയത്തിൽ പൊട്ടിത്തെറിച്ച് മേജർ രവി. എമ്പുരാൻ ദേശവിരുദ്ധ ചിത്രത്തിന്റെ തിരക്കഥയിൽ തിരുത്തു വരുത്തിയിട്ടുണ്ട്. മോഹൻലാൽ പ്രിവ്യൂ കണ്ടിട്ടില്ല, ചരിത്രം വളച്ചൊടിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നും മേജർ രവി പറഞ്ഞു. രണ്ട് അലിഗേഷൻസ് ആണ് മേജർ രവിയുടെ മുകളിൽ. ഒന്ന്, മോഹൻലാൽ പടം കണ്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞത് ഞാൻ നുണ പറഞ്ഞു എന്നുള്ളത്. ആന്റണി പെരുമ്പാവൂരെന്തേ പറഞ്ഞ് അവരെല്ലാം കഥയൊക്കെ തീരുമാനിച്ചിട്ട് എല്ലാം കണ്ടിട്ടാണെന്നുള്ളത് അല്ലേ? കഥ കണ്ടു, വായിച്ചു. ഞാനൊരു എഴുത്തുകാരനാണ്. ഞാനത് കഴിഞ്ഞ് പലതും മാറ്റും. പടം കാണലാണ് മുഖ്യം, അപ്പം അത് വിട്ടേക്ക്. രണ്ടാമത് ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചിയുടെ മോനെ ഒറ്റപ്പെടുത്തി, പടം നന്നല്ല എന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ എവിടെയാണ് പടം നന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞത് പടം ഇറങ്ങി വരുന്ന സമയത്ത് യെസ്, ടെക്നിക്കലി ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഫിലിം. ഇപ്പോഴും ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു. പിന്നെ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു, അപ്പോഴും പറയുന്നു. അന്ന് പറയില്ല. കാരണം ഒരു പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ഒരാൾ ആദ്യം ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റിവിറ്റിയാണ്. അപ്പം ഞാനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട, ഞാനായിട്ടൊരു സംഭവം ട്രിഗർ ചെയ്യേണ്ട. പക്ഷെ ജനങ്ങൾ ഇളകിയപ്പം ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് മോഹൻലാലിൻ്റെ ഫാൻസ് എടുത്തിട്ട് പറഞ്ഞു മേജർ രവി ആരാണെന്നുള്ളത്. അതിന് താഴത്തെ ഒരു പരാമർശം കണ്ടിരുന്നു, ഞങ്ങൾ നന്നായി നടത്തുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനിലും ഇയാൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റ് എഴുതി കൊടുത്ത ആരാണെന്നുള്ളത് എനിക്കറിയാം. മോഹൻലാലിൻ്റെ കൂടെ നടക്കുന്ന ഒരുത്തനെ ഞങ്ങൾ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ കയറ്റിയിട്ടില്ല. ഇത് അവൻ്റെ ഡ്രാഫ്റ്റാണ്, അവൻ്റേന്ന് തന്നെ പറയുന്നു. ഓക്കെ, കുറച്ച് വയലൻ്റാണ്, അത് നിങ്ങൾ കണ്ടുപിടിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി നമുക്കൊപ്പം തുടരുന്നുണ്ട്. സഹിൻ, യഥാർത്ഥത്തിൽ ഈ മേജർ രവിയുടെ പ്രശ്നം എന്താണ്? എന്തായാലും മേജർ രവി പറഞ്ഞു വയ്ക്കുന്നത് ഇത് ദേശവിരുദ്ധതയാണ് ഈ ചിത്രത്തിൽ ആകമാനം. അത് താനൊരു ഡയറക്ടറാണ്, അതുകൊണ്ട് തന്നെ തൻ്റെ ചിത്രങ്ങളിൽ സ്ക്രിപ്റ്റ് വരുമ്പോൾ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. പക്ഷേ ആ സ്ക്രിപ്റ്റ് ആയിരിക്കില്ല പിന്നീട് ഡയറക്റ്റ് ചെയ്തെടുക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ചിത്രത്തിൽ ആകമാനം ദേശവിരുദ്ധതയാണ്. ചരിത്രം ഈ ചിത്രം വളച്ചൊടിക്കുന്നു, പച്ചയായി അദ്ദേഹം വർഗീയത പറയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ ചരിത്രം വളച്ചൊടിക്കുന്നു, തൻ്റെ വില്ലന്മാർക്കെല്ലാം ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകളുടെ പേരുകളായിരിക്കും, അല്ലാതെ തൻ്റെ അച്ഛൻ്റെ പേര് കൊടുക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അത് താൻ പട്ടാളത്തിൽ നിന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ അത് തനിക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു പക്ഷേ ആ ബൈറ്റ് കൂടുതൽ ഭാഗങ്ങളിലേക്ക് പോയാൽ അദ്ദേഹം അവസാന ഭാഗത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൃഥ്വിരാജിന് അദ്ദേഹം പറയുന്നത് പൃഥ്വിരാജ് തനിക്ക് ഇഷ്ടപ്പെട്ട ആ കുട്ടിയെ തനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവിടെയും ഈ ചിത്രത്തിൽ വലിയ രീതിയിലുള്ള ദേശവിരുദ്ധത ഉണ്ട് എന്നുള്ളതാണ് മേജർ രവി ചൂണ്ടിക്കാണിക്കുന്നത്. സഹിൻ, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനോട് സഹിൻ തന്നെയാണ് സംസാരിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങളെല്ലാവരും ഇത് കണ്ടതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കഥ മൊത്തം മോഹൻലാലിനെ സംബന്ധിച്ചറിയാം, ലാൽസാലിന് അറിയാം എന്നുള്ള വാക്കാണ് ആന്റണി ഉപയോഗിച്ചത്. അപ്പോഴും വീണ്ടും മേജർ രവി ആവർത്തിക്കുകയാണ്. മോഹൻലാലിൻ്റെ സന്തത സഹചാരിയായ ആന്റണി പെരുമ്പാവൂർ പറയുന്നതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മേജർ രവി രംഗത്ത് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് മേജർ രവിക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ സാധിക്കുക മോഹൻലാലിൻ്റെ കാര്യത്തിൽ? മേജർ രവി പറയുന്നത് മോഹൻലാലിൻ്റെ ചങ്കാണ്, എൻ്റെ ചങ്കാണ് മോഹൻലാൽ, അതുകൊണ്ട് തന്നെ മോഹൻലാൽ അതിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ സ്ക്രിപ്റ്റിൽ തിരുത്തു വരുത്തിയിട്ടുണ്ട്, താനൊരു ഡയറക്ടറാണ്, ഈ സ്ക്രിപ്റ്റിൽ തിരുത്തു വരുത്തിയിട്ടുണ്ടെന്ന് തനിക്ക് വ്യക്തമാണ്. മോഹൻലാലിന് വായിച്ച് കേൾപ്പിച്ച സ്ക്രിപ്റ്റ് അല്ല ഇത്, ആ സ്ക്രിപ്റ്റിൽ തിരുത്തു വരുത്തിയിരിക്കുന്നു. മോഹൻലാൽ പ്രിവ്യൂ കണ്ടിട്ടില്ല എന്ന് മേജർ രവി ഉറപ്പിച്ചു പറയുകയാണ്. വീണ്ടും വീണ്ടും മേജർ രവി അക്കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. മറ്റൊന്ന്, ഈ ചിത്രം ദേശവിരുദ്ധ ചിത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പൃഥ്വിരാജ് തൻ്റെ സുഹൃത്താണെന്ന് പറയുമ്പോഴും ചിത്രം ദേശവിരുദ്ധമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും പൃഥ്വിരാജ് ഈ ചിത്രം ദേശവിരുദ്ധമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്.